കഴിഞ്ഞ 2025-26 ഫിനാൻഷ്യൽ ഇയറിലേക്കുള്ള ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡ്യൂ ഡേറ്റ്, സാലറി അതുപോലെ ചെറിയ ഇൻകം ഉള്ള ആൾക്കാരുടെ ഡ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ITR ഫോം പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച തുടങ്ങി ചെയ്യാവുന്നതാണ്. അതായത് TDS റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് മെയ് 31 അത് കഴിഞ്ഞു. ഓൾറെഡി ഒരാഴ്ചയോടെ ആകുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ TDS ക്രെഡിറ്റുകളെല്ലാം അതിൽ വരികയും നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ്. ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ സാലറി, പെൻഷന്, ബാങ്ക് ഇൻട്രസ്റ്റ് അതുപോലെയുള്ളവർക്ക്, അതുപോലെ ഹൗസ് പ്രോപ്പർട്ടി ഇൻകം, അതായത് ലെറ്റ് ഔട്ട് പ്രോപ്പർട്ടി 2 കൂടുതൽ ഇല്ലെങ്കിൽ 2 വരെ ആണെങ്കിൽ നമുക്ക് ഈ ഫോം ഉപയോഗിക്കാം. അതുപോലെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ 1,25,000 താഴെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഫുൾ ഡിഡക്ഷൻ കിട്ടും. അങ്ങനെയുള്ളവർക്ക് ഈ ഫോം ഉപയോഗിക്കാം. അതിന് മുകളിലുള്ളവരെല്ലാം ITR 2 ഉപയോഗിക്കണം. അതുപോലെ തന്നെ ടോട്ടൽ ഇൻകം, ഇത് ഈ സാലറിക്കാർക്കാണെങ്കിൽ പോലും ടോട്ടൽ ഇൻകം 50 ലക്ഷത്തിന് മേളിലാണെങ്കിലും ITR 1 ഉപയോഗിക്കാൻ പാടില്ല. അവർക്ക് ITR 2 ഉപയോഗിക്കണം. അതുപോലെ ഫോറിൻ അസറ്റ് ഉള്ളവരും ഫോറിൻ ഇൻകം ഉള്ളവരും നോൺ റെസിഡൻറ്റിനും ഈ ITR 1 ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾ കഴിഞ്ഞ വർഷം വരെ ന്യൂ റെജീമിലാണ് 7 ലക്ഷം വരെ നമ്മൾക്ക് റിബേറ്റ് ലഭിക്കുകയും ടാക്സ് വരികയില്ലായിരുന്നു. ഈ വർഷം അത് 12 lakhs വരെ കൂട്ടിയിട്ടുണ്ട്. അതായത് 12 ലക്ഷം രൂപ വരെ ഇൻകം ഉള്ളവർക്ക് ന്യൂ റെജീമിലാണെങ്കിൽ നമ്മൾ 87 റിബേറ്റ് വന്നതിന് ശേഷം ടാക്സ് വരികയില്ല. അതിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ലിമിറ്റിന് മുകളിലുള്ള എല്ലാ ഇൻകത്തിനും ടാക്സ് വരികയും നമ്മൾ അടയ്ക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഓർക്കുക, ജൂലൈ 31, 2026 സാലറി അല്ലെ അങ്ങനെയുള്ള ITR 1 ഫോം ഫയൽ ചെയ്യാനുള്ളവരുടെ ഡ്യൂ ഡേറ്റ്. ബിസിനസ്സുകാരുടെ ഡേറ്റ് ഓഗസ്റ്റ് 31 അവർക്ക് ITR 3 അത് പുറത്തിറങ്ങിയിട്ടില്ല.